നമ്മുടെ നാട്ടില് കുറെ നാളുകളായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളൊക്കെ തന്നെ അവഗണിക്കപ്പെടുകയും ഇല്ലാത്ത വിഷയങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ കത്തിപ്പടരുകയും ചെയ്യുന്ന ഒരു നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരു മാനസികമായി വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവ് നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദിവാസികൾ പട്ടിണി കിടന്ന് മരിച്ചാലോ അല്ലെങ്കിൽ ഗോത്രവർഗക്കാർക്ക് ഭൂമി കിട്ടിയില്ലെങ്കിലോ നമുക്കറിയാം ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ലെങ്കിലോ അവിടെ മരുന്ന് പോലും കിട്ടാതെ പാവപ്പെട്ട രോഗികളുടെ ശസ്ത്രക്രിയകൾ നീട്ടിവെക്കേണ്ടി വരികയോ ചെയ്യുമ്പോഴോ ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ മാധ്യമ ശ്രദ്ധയും ആളുകളൊക്കെ താല്പര്യത്തോടെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ തന്നെ സൂംബ ഡാൻസ് പോലെയുള്ള വിവാദങ്ങളാണ്. ആ സൂംബ ഡാൻസ് പോലുള്ള വിവാദം യഥാർത്ഥത്തിൽ ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും പിണറായി വിജയനും ഒക്കെ ഒരു രക്ഷയായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ മറ്റ് മെഡിക്കൽ കോളേജിലെ വിഷയമോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടാൽ അതൊക്കെ തന്നെ വലിയ തോതിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഗവൺമെന്റിനെതിരെയുള്ള വിമർശനങ്ങൾക്കിടയാക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർക്ക് വീണ് കിട്ടിയത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്കിത് അവരുടെ ഇപ്പോഴത്തെ അജണ്ട, നേരത്തെ അവരുടെ അജണ്ട ഒരു മുസ്ലിം പ്രീണനമോ അല്ലെങ്കിൽ അത്തരത്തോടെ അടുത്ത് നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ പ്രീണനമോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ അതിൽ നിന്നൊക്കെ പിൻവലിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഭൂരിപക്ഷ സമുദായങ്ങളെ അടുപ്പിച്ചും ആ തങ്ങളുടെ വോട്ട് ബാങ്കുകളെ പിടിച്ചു നിർത്താനും ഒക്കെ ഉള്ള ശ്രമങ്ങളിലേക്ക് അവർ കടന്നിരിക്കുന്നു. കൂടാതെ മതേതരായിട്ടുള്ള മുസ്ലിം വിശ്വാസികളെ കൂടി അവർ ഉന്നമിട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഈ സൂംബ വിവാദം കൃത്യമായി നിലനിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സൂംബകളിൽ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ഇപ്പോ നമുക്കറിയാലോ, ഇപ്പോ പല ദിവ്യ എന്ന് പറയുന്ന IAS അവർ പലപ്പോഴും നമുക്കറിയാം അവരുടെ കൃത്യമായിട്ടുള്ള കൃത്യനിർവഹണത്തിൽ അവർ എത്രത്തോളം ഭംഗിയായി ചെയ്തു, എത്രത്തോളം സൂക്ഷ്മത പുലർത്തി, എത്രത്തോളം നാടിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിനേക്കാൾ പകരം അവരൊക്കെ വളരെ വലിയ തോതിൽ ഫേമസ് ആയിട്ടിരിക്കുന്നത് അവർ ഡാൻസ് കളിക്കുകയും നന്നായി പാട്ട് പാടുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെ കൊണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് മാറി ചെറിയ ചെറിയ വിഷയങ്ങളിലേക്ക് വരുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തിന്റെയും ഗവൺമെന്റിന്റെയും ഒരു ജനങ്ങളുടെയും ഒക്കെ തന്നെ ഒരു നിലവാര തകർച്ചയാണ്. പക്ഷെ ആ തകർച്ചയിലേക്ക് നമ്മൾ ഏതാണ്ട് എത്തിയിരിക്കുന്നു. അപ്പൊ എത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ സൂംബ വിഷയം കത്തിച്ചു നിർത്തിയാൽ അത് ഗവൺമെന്റിന് വലിയ ഗുണകരമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ മന്ത്രിമാരൊക്കെ ഇപ്പൊ സൂംബ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി പിണറായി എന്നാണ് ഇത് കളിക്കുക എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. അദ്ദേഹം എന്തായാലും കാരണഭൂതന്റെ തിരുവാതിരയൊക്കെ കണ്ട് വളരെ കൃത്യമായി ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ സൂംബ ഡാൻസ് കളിക്കാൻ പറ്റിയേക്കും. പക്ഷെ ഇപ്പൊ ഏറ്റവും ആദ്യത്തെ ഒരു കട്ടൻ റൈസർ എന്നുള്ളതിലൊക്കെ നമ്മൾ കാണുന്നത് VN വാസവൻ എന്ന് പറയുന്ന നമ്മുടെ സഹകരണ വകുപ്പിന്റെ ഒക്കെ മന്ത്രിയാണ്. കൂടാതെ ദേവസ്വം അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പോർട്ടുമൊക്കെ അദ്ദേഹമാണ്. അപ്പൊ അത്തരത്തിൽ പോർട്ടൊക്കെ പുതിയതായിട്ട് അദ്ദേഹത്തിന് കൊടുത്തതാണ്. അപ്പൊ അങ്ങനെയുള്ള VN വാസവൻ അദ്ദേഹത്തിന് അങ്ങനെ പോർട്ടൊക്കെ കൊടുക്കുന്നതിനും അദ്ദേഹത്തിന്റെ വാചകമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തിന് കിട്ടിയ ദൈവത്തിന്റെ വരദാനമാണ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുള്ള അദ്ദേഹത്തിന് പിറ്റേ ദിവസം തന്നെ പോർട്ട് എന്ന് പറയുന്ന ഒരു വകുപ്പിന്റെ അധിക ചുമതല കൂടി കിട്ടി. അപ്പൊ ആ VN വാസവൻ, കാര്യശേഷിയുള്ള കർമ്മനിരതനായിട്ടുള്ള VN വാസവൻ ഇപ്പൊ മൗണ്ട് കാർമൽ എന്ന് പറയുന്ന കഞ്ഞിക്കുഴിയിലെ കോട്ടയത്തുള്ള ഒരു സ്കൂളിൽ, കോട്ടയത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളാണ്, അവിടെ നിന്ന് സൂംബ കളിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി മുതൽ ഇത്തരത്തിൽ സൂംബ കളിക്കാനായിട്ട് AK ശശീന്ദ്രനും അതുപോലെ തന്നെ VN വാസവനും പിന്നെ കൃഷ്ണൻകുട്ടി സാറും അതുപോലെ തന്നെ പിണറായി വിജയനും ഒക്കെ തയ്യാറാകുന്ന ഒരു കാലം ഉടനെ തന്നെ വന്നേക്കാം. ഈ സൂംബക്ക് ഇനി എന്തെങ്കിലും പാട്ടുകൾ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ വരികൾ എഴുതാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് MM മണിയെ കൂടി ക്ഷണിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടി ഈ സൂംബ വിവാദം കൃത്യമായി കത്തിച്ചു ചേർത്തുകയും ആ സൂംബ വിവാദമായി മാറിയാൽ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും പിണറായി വിജയൻ സർക്കാരിനും ഉണ്ടാകുമെന്ന് അറിയാം. എന്ന് മാത്രമല്ല, മറ്റ് ഈ മെഡിക്കൽ കോളേജിലടക്കം മറ്റ് നിരവധി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും റോഡിലെ കുഴികളും ഒക്കെ യഥാർത്ഥത്തിൽ കാണാതിരിക്കുകയും പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയായി വരികയും ചെയ്യുമ്പോൾ അത് ഗവൺമെന്റിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഇനി ഇങ്ങനെ സംശയമില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, ഈ മെഡിക്കൽ കോളേജിലെ വിഷയമോ അല്ലെങ്കിൽ മറ്റ് ദൈനംദിന ജനങ്ങളുടെ പ്രശ്നമോ അല്ലെങ്കിൽ കടം കാരണം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതോ ഇവിടുത്തെ തൊഴിലില്ലായ്മയോ ഒന്നും നമ്മൾ ചർച്ചയാക്കുന്നില്ല. ഉയരുന്ന ജീവിത ചെലവുകളോ ഒന്നും ചർച്ചയാക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ഏത് വിഷയത്തിലും പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത മാത്രം കാണുകയും ആ വർഗീയതകൾക്കനുസരിച്ച് തമ്പ് കൊടുക്കുകയും ആ തമ്പുകൾ വലിയ തോതിൽ ആളുകളിലേക്ക് റീച്ച് ഉണ്ടാവുകയും അങ്ങനെ തന്നെ അത് വിറ്റ് ഉപജീവന മാർഗം കഴിക്കുന്ന നിരവധി യൂട്യൂബ് ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൂംബയുടെ താളം പെട്ടെന്നൊന്നും നിലക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇതിലേക്ക് യഥാർത്ഥത്തിൽ ഇതിന് വടി കൊടുത്തതും
ഇത് ഷോർട്ട് ടൈമിലേക്ക് CPM-നും ലോങ് ടൈമിലേക്ക് ഇത് സംഘപരിവാറിനും വളരാൻ സഹായകമാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കഴിഞ്ഞ 2016 കഴിയുമ്പോൾ 2021 വരുമ്പോൾ 4,19,000 വോട്ടാണ് BJPക്ക് കുറഞ്ഞത്. അത്തരത്തിൽ BJPക്കും NDA സഖ്യത്തിനും 4,19,000 വോട്ട് കുറയുകയും ആ വോട്ടുകളിൽ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടുകൾ LDFന് കിട്ടുകയും ചെയ്തതുകൊണ്ടാണ് LDFന് വലിയ തോതിൽ ഈ പറയുന്ന 2021 തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 12,24,064 വോട്ടുകളാണ്. ഏതാണ്ട് 5.9% മാത്രം വരുന്ന വോട്ടുകളാണ് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയുമ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമാകും. കൃത്യമായ ഒരു രാഷ്ട്രീയ ലാഭം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ സൂബയും ഒക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിൽ നിന്ന് ഇടതുപക്ഷത്തിനും CPM-നും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇത് വലിയ തോതിലുള്ള നഷ്ടക്കച്ചവടമായി മാറാൻ പോകുന്ന UDFനാണ്. BJPക്കും NDAക്കും ഒക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള തിരിച്ചടികളുണ്ടെങ്കിലും ദീർഘദൂരത്തിലേക്ക് അല്ലെങ്കിൽ ദൂരവേഗത്തിലേക്ക് നോക്കുമ്പോൾ അവർക്കും ലാഭകരമായി മാറാൻ പോകുന്ന ഒരു പരിപാടിയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ. അത് മറന്നു പോകരുത്. പക്ഷെ CPM-നെ സംബന്ധിച്ചും പിണറായി വിജയനെ സംബന്ധിച്ചും ഒക്കെ ഈ ഇലക്ഷൻ 2026 ഇലക്ഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊന്ന് ജയിച്ചു കിട്ടിയാൽ മതി എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി. അതുകൊണ്ട് ഇനിയും ഏറെ മന്ത്രിമാർ, VN വാസവൻ മാത്രമല്ല കുറച്ചുകൂടി കൂടുതലായിട്ട് മന്ത്രിമാരെല്ലാവരും തന്നെ സ്കൂളുകളിൽ സൂംബകൾക്ക് പങ്കെടുക്കും. അവർ ഡാൻസ് കളിക്കും, തിമിർത്ത് പെയ്യും.